മാനവ സംസ്കൃതി ഒക്ടോബർ ആദ്യവാരം കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തുന്ന ദിശ 2024 ദ്വിദിന ശില്പശാലയ്ക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാനും മുൻ MLA-യുമായ അനിൽ അക്കരെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. രാജ്യത്ത് ആര് വർഗീയവാദിയായാലും രാഹുൽ ഗാന്ധി വർഗീയവാദിയാവില്ല എന്നത് തന്നെയാണ് മതേതരവാദികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയെന്ന് മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാനും മുൻ MLA-യുമായ അനിൽ അക്കര അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ ആദ്യവാരം മാനവ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ദിശ 2024 എന്ന പേരിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തുന്ന ദ്വിദിന ശില്പശാലയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക മേഖല യഥാർത്ഥ ഇടതുപക്ഷക്കാരിലല്ല, മറിച്ച് ഇടതുപക്ഷമായി അഭിനയിക്കുന്നവരുടെ കയ്യിൽ അകപ്പെട്ടതാണ് സാംസ്കാരിക രംഗം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്നും അനിൽ അക്കര കുറ്റപ്പെടുത്തി. ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാംസ്കാരിക രംഗത്തിന്റെ നിരവധിയായ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഗുരുതരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മതേതരത്വത്തിനും സാംസ്കാരിക ലോകത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ കൃത്യമായി പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയും. അത് രാജ്യത്തെ മുഴുവൻ ദേശീയ പാർട്ടികളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് അഭിമാനിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ ഏത് മനുഷ്യൻ വർഗീയവാദിയായി മാറിയാൽ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ വർഗീയവാദിയാകില്ല എന്നൊരു ഉറപ്പ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചടങ്ങിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ AK ശശിധരൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M അസിനാർ, ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, അഡ്വക്കേറ്റ് P നാരായണൻ, VV പ്രഭാകരൻ, VV വിജയൻ, MA മുംതാസ്, രാജീവ് മമ്പള്ളി, സൂര്യഗായത്രി, മടിയൻ ഉണ്ണികൃഷ്ണൻ, DM സുകുമാരൻ, സുഗുണൻ ഓരി, അഡ്വക്കേറ്റ് ബിജു ഏലിയാസ് എന്നിവർ സംസാരിച്ചു. PV രാജേഷ് സ്വാഗതവും ദീപേഷ് കുറുവാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.